നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിൻ്റെ സമയമല്ലേ. കൃഷ്ണാഷ്ടമി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഗണേശോത്സവമാണ് വരുന്നത്. അപ്പോൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സ്വീറ്റ്സാണ് ഉണ്ടാക്കുക. പല ജാതി സ്വീറ്റ്സ് ഉണ്ടാക്കും. ഗണപതിക്ക് മോദകം ഉണ്ടാക്കും, പിന്നെ പല ജാതി പേടാസും ബർഫീസും ഒക്കെ ഉണ്ടാക്കും. ജിലേബി സാധാരണ ഇത് നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച് കടയിൽ നിന്നാണ് മേടിക്കുക. മിഠായി വാലാസ് എന്നൊക്കെ കിട്ടും. എല്ലാവരും അങ്ങനെ മേടിച്ചൊക്കെ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ പൂജയ്ക്കോ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഈസിയാണ്. ഈ ബർഫിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല സ്വാദായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഒരു ബർഫി, കടലപ്പൊടി കൊണ്ടുള്ള ബർഫിയാണ് ഞാനിന്നിപ്പോൾ കാട്ടാൻ പോണത്. അതിന് കടലമാവും കുറച്ച് റവയും കുറച്ച് മൈദയും അല്ലെങ്കിൽ പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ല സ്വാദായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതെല്ലാമാണ് ബർഫി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. 1 കപ്പ് കടലപ്പൊടി, 1/2 കപ്പ് റവ, 1/4 കപ്പ് മൈദ, 1 കപ്പ് പാല്, 3/4 കപ്പ് ഉരുക്കിയ നെയ്യ്, 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് പിസ്താസും ബദാമും തൊലി കഴിഞ്ഞ് ചെറുതായിട്ട് നറുക്കി വെച്ചത്. ഇതെല്ലാമാണ് ബേസിക് ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് റവ ചേർക്കണം. റവ നല്ലോണം ഈ നെയ്യിൽ കിടന്ന് വറുക്കണം. വറുത്ത് റോസ്റ്റഡ് ആകുമ്പോൾ റവ വേവാൻ കുറച്ച് സമയമെടുക്കും. അത് നല്ലോണം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കടലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്യുക. കടലപ്പൊടി റോസ്റ്റഡ് ആകുമ്പോൾ ഒരു നല്ല വാസന വരും. അതുവരെ വറുത്ത് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് പാലൊഴിക്കും. അധികം പാലൊഴിക്കാതെ കുറച്ച് 2-3 സ്പൂൺ പാലൊഴിച്ച് ആ പാലിൽ ഇതങ്ങോട്ട് വേവിക്കണം. നല്ലോണം ബബിൾസ് വരും. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് സോഫ്റ്റ് ആവണം വരെ കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബാക്കിയുള്ള പാലും കുറച്ചും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യണം. മുഴുവൻ പാൽ ഒഴിക്കരുത്, അതിൽ ഇനി ആവശ്യം വരും പാലിൻ്റെ. പിന്നെ നമ്മൾ അതിലേക്ക് മൈദയാണ് ചേർക്കണേ. മൈദ ചേർത്തിട്ട് ബാക്കിയുള്ള പാലും ചേർക്കും. മൈദ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലും അതിലേക്ക് കുറച്ച് നെയ്യും ബാക്കി ഉണ്ടാവും. ആ നെയ്യ് ബാക്കിയുള്ളതും അതും കൂടി ചേർത്ത് നല്ലോണം കൈവിടാതെ ഇളക്കി അത് ഡ്രൈ ആവണ വരെ വെന്ത് പാനൊക്കെ വിട്ട് ഡ്രൈ ആയിട്ട് ഒരു ഹൽവ ടൈപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഒരു സിറപ്പാക്കി എടുക്കും. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അത് ആയി കഴിഞ്ഞു വെച്ചാൽ ആ സിറപ്പ് നമ്മുടെ കടലപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. അതിലേക്ക് ഒഴിച്ചിട്ട് ആ മിക്സ് ചെയ്ത് നല്ലോണം നേരത്തെ പോലെ ഈ പഞ്ചസാരയുടെ സിറപ്പ് അത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോഴേക്ക് നമ്മളൊരു പ്ലേറ്റിൽ പിസ്തയും ഒക്കെ പരത്തി നെയ്യ് പുരട്ടിയിട്ട് പിസ്തയും കഷ്ണണ്ടിയൊക്കെ പരത്തി വയ്ക്കണം. ആ പ്ലേറ്റിൽ അതിൻ്റെ മീതയിലേക്ക് ഈ ഉണ്ടാക്കിയ ഹൽവ പോലത്തെ മിക്സ്ചർ നമ്മുടെ ബദാമിന് എല്ലാം അടിയിലുണ്ടാവും. അതിലേക്ക് ഇത് മിക്സർ പരത്തി ഫ്ലാറ്റാക്കി ഈക്വലായിട്ട് ആ പ്ലേറ്റിൽ പരത്തി വെക്കണം. ഇത് ഒരു 2 മണിക്കൂർ എങ്കിലും അങ്ങനെ തന്നെ ഡ്രൈ ആവാനായിട്ട് വെക്കണം, തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് സൈസ് സ്മോൾ പീസസ് ആയിട്ട് എടുത്താൽ ഇതാ ഇങ്ങനെ നമ്മുടെ ബർഫി, ഹോം മെയ്ഡ് ബർഫി നമുക്ക് സ്വാദായിട്ട് കഴിക്കാം.